ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ഫിലോപ്പിയ മീനാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മീനിൽ പുരട്ടുന്ന മസാലയാണിത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ അതിൻ്റെ അടുത്ത് നല്ലപോലെ കുരുമുളക് പൊടി, ഇതെല്ലാം നാരങ്ങാനീരിൽ കുഴച്ചിട്ട് നമ്മൾ നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ രണ്ട് സൈഡിലും അകത്തും ഒക്കെ ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ വേറെ ഉളുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് രണ്ട് മീനും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ വറുത്തെടുക്കണം. അത്യാവശ്യം മുക്കാൽ ഭാഗത്തോളം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ പൊള്ളിച്ചതിന് വേണ്ട മസാല ഉണ്ടാക്കാം. അടുപ്പത്ത് മീനും കിടപ്പുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട്, പിന്നെ ഉള്ളി ഇട്ട്, അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഏറെക്കുറെ നല്ലപോലെ വഴണ്ട് വന്ന് ഈ ഒരു മസാലയിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഈ മല്ലിപ്പൊടി 1 സ്പൂൺ, അതുകൂടാതെ തന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ നമ്മളുടെ എരിവിനും നമ്മുടെ ടേസ്റ്റിനും അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പും അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനിൽ ഓൾറെഡി ഉപ്പ് തേച്ചിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ലപോലെ വേണം കേട്ടോ. ഈ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, രണ്ടാം പാലൊന്നും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നല്ലപോലെ തിളപ്പിച്ച് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള മസാലയാക്കണം. അതിൽ നമ്മൾ ഇലയിലേക്ക് ഇങ്ങനെ പുരട്ടി, മീനിലും പുരട്ടി നമ്മളിങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി നമ്മൾ വാഴവള്ളി കൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടുന്നത്. വാഴവള്ളി കൊണ്ട് നന്നായി കെട്ടിയതിന് ശേഷം, നല്ല ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം നമ്മൾ പിന്നെയും സാധാരണ എല്ലാവരും അപ്പച്ചെമ്പിലൊക്കെ വെച്ച് ആവി കൊള്ളിക്കുകയാണ് ചെയ്യാറ്. കൂടുതൽ പേര് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് പാനിൽ തന്നെ ഇട്ടിട്ട് ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റാണ് പുഴുങ്ങുന്നതിന്, ആവിയിൽ പുഴുങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മുടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്.